പ്രതാപനെ ഈയിടെയായിട്ട് നല്ല ക്ഷീണമുണ്ട്. ഒരു ഡോക്ടറെ കാണണം. ഈ റെസ്റ്റ് ഇല്ലാത്ത ജോലിയല്ലേ, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചേച്ചി. ആ, ഒരു ഫുൾ ചെക്കപ്പ് നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദേ നമ്മുടെ തൊട്ടടുത്തൊരു ഫിസിഷ്യൻ വന്നിട്ടുണ്ട്. ഒരു ലേഡി ഡോക്ടറാ, ഡോക്ടർ സുമറാണി. അവരുടെ അടുത്ത് പോയാ മതി. എന്താ അവരുടെ അടുത്ത് തന്നെ പോകണമെന്ന് നിന്റെ അഡ്വൈസ്? നീയും ആ ഡോക്ടറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏയ് എടാ, ഏട്ടൻ ചോദിച്ചത് കാര്യമായിട്ടാടാ. ഉണ്ടെങ്കിൽ പറയേ. അവള് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. കളിയാക്കാതെ ശേഖര, അവനെ വിട്. എന്തായാലും ആ ദിവ്യനെയും കുഞ്ഞിനെയും കൊണ്ട് അവൻ കളഞ്ഞു. അതിനിപ്പോ കേസാവും. അവരെ ഇവിടെ കൊണ്ടുപോയടാ താഴ്ത്തിയത്. മോള് വന്നല്ലോ, വേണോട്ടിനുണ്ടല്ലോ. വർമ്മ സാറേ, ശേഖരൻ സാറേ, നമസ്കാരം. നമസ്കാരം. ആ വേണോട്ട് ഇരിക്കേ. ഇരിക്കേ. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി വല്ല ആവശ്യത്തിന് വന്നാണോ അതോ ഇങ്ങോട്ടേക്കായി വന്നാണോ? മോളെ, ശരമേ, ആ മോൾക്ക് പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. രാജു പുറത്തുപോയി, ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ. എനിക്ക് പെട്ടെന്ന് ചെറിയമ്മയെ കാണണമെന്ന് തോന്നി. അതാ ഞാൻ അങ്കിളിനെയും കൂട്ടി വന്നത്. അത് കൊള്ളാലോ, ഒരു ചെറിയമ്മ പ്രേമം. മോൾക്ക് ചെറിയമ്മയെ കാണണമെന്ന് തോന്നുമ്പോ കാണാനുള്ള അവകാശം ഇല്ലേ? അതുപോലെ സ്നേഹിച്ച് വളർത്തിയതല്ലേ അവനി. ആ സെന്റിമെന്റ്സ് എന്തായാലും കാണാതിരിക്കില്ല. മോള് വാ. പിന്നെ എന്ത് വിശേഷമുണ്ട് വേണോട്ടാ? എന്ത് വിശേഷം സാറേ, നന്നായിട്ട് പോണു. അല്ല, ഇന്ന് വരുന്നില്ലേ? അതെവിടെ നിൽക്കുന്നോ? അല്ല, അങ്ങനെയാണെങ്കിൽ മോളിവിടെ നിന്നോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് രാജുവിനെ പറഞ്ഞു വിടാം. എന്നാ ഇറങ്ങട്ടെ സാറേ. ആ, അതെന്ത് പോക്കാ വേണോട്ടാ? നമുക്കൊരുമിച്ച് ആഹാരം കഴിച്ചിട്ട് പോവാം. അത് പറ്റില്ല വർമ്മ സാറേ. വീട്ടില് കൊച്ചമ്മണി സഹിതം മെമ്പേഴ്സ് കൂടുതലാ. എന്നെ കാത്തിരിക്കും ആഹാരം കഴിക്കാൻ. കലാമണ്ഡലം കൊച്ചമണി ഇപ്പോഴും ഉണ്ടല്ലേ? പോരെ പൂരം. ഏതു നേരവും ഒരുമാതിരി ബഹളം അവിടെ. ആ, ഇന്ന് കണ്ടില്ല, പുറത്തെവിടെ പോയിരിക്കുക. ബൈക്കിന്റെ ശബ്ദം രാജുവാൻ തോന്നുന്നു. അതെ, അത് രാജു തന്നെ.
എന്നാ പിന്നെ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്ക്, നാളെ അങ്ങോട്ട് വന്നാൽ മതി. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ സാറേ. അപ്പൊ വേണോട്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ? അത്താഴത്തിന് മുമ്പ് എനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അത്താഴം കഴിഞ്ഞോണ്ട്. ആ ശരി സാറേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല വേണോട്ട് എങ്ങനെ പോകുന്നത്? ഞാൻ കാറിലാക്കാം. ഏയ് വേണ്ട സാറേ, ഞാൻ പൊക്കൊള്ളാം. ഈശ്വര, വർമ്മ സാറിനോട് മാഡം എല്ലാം പറയൂ. അതോ ഭാര്യയും ഭർത്താവും തമ്മിൽ സൗന്ദര്യപ്പിണക്കത്തിൽ വല്ലതും ആണോ? സൗന്ദര്യപ്പിണക്കം ഫാമിലി ലൈഫിൽ വളരെ നല്ലതാ. ആ പിണക്കം ഒന്ന് കഴിഞ്ഞാലേ ഇരട്ടി സ്നേഹമായിരിക്കും. അവന്റെ ഒരു ഓഞ്ഞ തമാശ. ഇവള് നടന്നതൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങളൊന്ന് കൊഴുത്തേനെ. അച്ഛനോട് നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? അച്ഛനോട് എല്ലാം തുറന്നു പറയണം.